ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു നോർമൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ തനിച്ചാണ്. അപ്പം എൻ്റെ ഇന്നത്തെ ഒരു നോർമൽ ഡേ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. മിക്കവർക്കും അറിയാമെന്ന് തോന്നുന്നു ഈ ഒരു ഓട്സ് ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. എങ്കിലും അറിയാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനിത് കാണിക്കാം കേട്ടോ. എങ്ങനെയാണ് എൻ്റെ ഒരു രീതി വെച്ചാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഓട്സ് വേണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിനായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുകയാണ്. വെജിറ്റബിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള എന്ത് വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ എടുക്കുന്നത് ക്യാരറ്റ്, സവാള, അതുപോലെ വള്ളിപ്പയറാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസിൻ്റെ പയറാണെങ്കിൽ എടുക്കാം, ഏതായാലും പ്രശ്നമില്ല. ഞാനിപ്പം അതാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ പച്ചമുളക്, ഈ 4 ഐറ്റംസേ ഉള്ളൂ ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത്. എനിക്ക് ഇത്രയും ഐറ്റംസ് ആണ് എനിക്കിഷ്ടം. ഒരുപാട് അങ്ങ് പച്ചക്കറി എനിക്ക് ഉൾപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ ക്യാരറ്റ് ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും പച്ചമുളകും കൂടി ഞാൻ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. എനിക്ക് രാവിലെ തോരന് വേണ്ടിയിട്ട് ഓരോരുത്തടുത്ത് തോരൻ എന്നാണ് പറയുന്നത്, ചിലയിടത്ത് ഉപ്പേരി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി ഇന്നലെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം പയറും അതുപോലെ തന്നെ സവാള നമുക്കൊന്ന് ചോപ്പ് ചെയ്ത് തന്നെ എടുക്കാം കേട്ടോ. നമുക്ക് വീട്ടിലൊരു ചോപ്പർ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കാനും അതുപോലെ തന്നെ സവാള ഒന്ന് റെഡിയാക്കി എടുക്കാനും ഒക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നല്ല ടൈം എടുക്കുമല്ലോ ഇതിന്. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കുമല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതിൽ ഒരു സവാളയൊക്കെ ആണെങ്കിൽ നമ്മളങ്ങ് അരിയാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സവാള ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചോപ്പ് ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇഞ്ചി ചേർക്കാം കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഞാനത് മറന്നുപോയി പറയാനായിട്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്തെങ്കിലും ഗ്യാസ് ട്രബിൾ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഇഞ്ചി ചേർക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചേർക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം ഇഞ്ചി ചേർക്കാം. ഇഞ്ചി കൂടി ചേർക്കാം. ഞാൻ അതും കൂടെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും കൂടെ ചേർക്കണം. അപ്പം നമ്മൾ പയർ അരിയുമ്പോൾ കേട്ടോ, പയർ നമ്മൾ തോരൻ അരിയുന്നത് പോലല്ല, ഇച്ചിരി കൂടെ ഒരു വലുപ്പത്തിൽ അരിയണം. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത്. ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറിയൊരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് കേട്ടോ. അപ്പം ഞാനൊരാളല്ലേ ഉള്ളൂ, അപ്പം ചെറിയൊരു ക്വാണ്ടിറ്റി മതിയല്ലോ. പയറിൻ്റെ ഒരു 4 പയർ ഞാൻ എടുത്തു, പക്ഷേ അതിൻ്റെ പാതി എനിക്ക് ആവശ്യം വന്നുള്ളൂ. ആ 4 എണ്ണത്തിന് പാതി എനിക്ക് ആവശ്യം വന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയേ എടുത്തുള്ളൂ. പിന്നെ ഒരു ശകലം ഇഞ്ചി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഇവിടെ വാങ്ങിയിരിക്കുന്ന ഓട്സ് എന്ന് പറയുന്നത് ക്വാക്കറിൻ്റെ ഓട്സ് ആണ് കേട്ടോ. ഈ ഓട്സ് ആണ്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള ഓട്സ് ഏതാണെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഓട്സ് ഇത്രയാണ് കേട്ടോ. ഇത്രയും തന്നെ ആവശ്യമില്ല. ഞാൻ വിചാരിക്കുന്നു ഉച്ചയ്ക്കും വേണമെങ്കിൽ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. വേണമെങ്കിൽ ഉച്ചയ്ക്കോട്ട് എടുക്കാം, അതല്ല എങ്കിൽ രാവിലെ നമുക്കിത് ഫുള്ള് കഴിക്കാം. ഇത് നമ്മൾ സാധാരണ നമ്മുടെ ഒരു ഉപ്പുമാവ് പോലെയല്ല, നമ്മുടെ റവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഉപ്പുമാവില്ലേ അതുപോലെ അല്ല. ഒരു ചെറിയൊരു സ്റ്റിക്കി പോലെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ സാധാരണ റവയൊക്കെ ആണെങ്കിൽ നല്ല വേറിട്ട് നല്ല ആ ഒരു ഉപ്പുമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. പക്ഷേ ഇത് ഓട്സിൻ്റെ ഉപ്പുമാവ് ആയതുകൊണ്ട് ചെറിയൊരു സ്റ്റിക്നെസ് ഉണ്ടാവും, അതേ ഉള്ളൂ. അല്ലാതെ നല്ല ടേസ്റ്റൊക്കെ നല്ല
നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഹെൽത്തിനും നല്ലതാണ്. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും എന്താണ് നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് നേരത്തെ വെജിറ്റബിളൊക്കെ തലേദിവസമേ കട്ട് ചെയ്ത് വെക്കുക. ഓട്സ് ഒന്ന് വറക്കണം കേട്ടോ. വറുത്ത് അതിന് ശേഷമാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കുഴഞ്ഞിരിക്കും. ഇപ്പം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു കുഴച്ചിൽ പോലാണ്, എന്നാലും ഒന്ന് വറുത്തില്ലെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് കുഴയും കേട്ടോ. അപ്പോൾ ഒന്ന് വറുത്തിട്ടുണ്ടാക്കാം നമുക്ക്. എന്തായാലും നമുക്ക് നമ്മൾ ഓട്സ് ഒക്കെ വറക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ. വറക്കാന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കര മൂപ്പിച്ചെടുക്കാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് അതൊന്നൊന്ന് ചൂടായാൽ മതി. അപ്പം നോക്കുമ്പോൾ ഒരു ഇപ്പം നമുക്ക് ഈ ഒരു ഇതിലാണല്ലോ, ഇത് പെട്ടെന്ന് നല്ലതായിട്ട് ഇതായിട്ട് കിട്ടും, വറുത്ത് കിട്ടും. നല്ല പൊടിയുന്ന ആ ഒരു ഇതിൽ കിട്ടുക, അത്രേ ഉള്ളൂ. അല്ലാതെ ബ്രൗണിഷ് കളറൊന്നും ആവണ്ട കേട്ടോ. ഇട്ട് ചൂടാക്കണം നമുക്ക് ഇതിലേക്ക് ഇടാം. ഓട്സ് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും നല്ല. നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകിടാം കേട്ടോ. ഒരു ശകലം മതി കേട്ടോ. അപ്പം നമ്മുടെ സവാള ഏകദേശം ഒരു പച്ച മണമൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ പയറും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇതിനകത്ത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. ഒരുപാട് വെന്ത് പോകരുത്. അപ്പം നമ്മുടെ പയറും ക്യാരറ്റും സവാളയും ഒക്കെ ഒന്ന് ഇതിനകത്ത് കിടന്നിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, നമ്മൾ സാധാരണ ഉപ്പുമാവിന് എങ്ങനെയാണ് ചെയ്യുന്നത് ഇനി അതേ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം അതിൽ ഉണ്ടായിരിക്കാം. ശകലം കൂടി ഒഴിക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പിടാം, കുറച്ചുകൂടി ഉപ്പിടാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഓട്സ് ഇതിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊത്തി വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഓട്സ് നന്നായിട്ട് അതിനകത്ത് കിടന്ന് വെന്ത് നല്ല ഒരു ഉപ്പുമാവിൻ്റെ രീതിയിൽ കിട്ടും. നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഓട്സ് ഇടാം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒരുമാതിരി വറ്റട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം. ചെറുതായിട്ടൊന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇത് അടച്ചു വെക്കാം. നമ്മുടെ സാധാരണ റവ പോലെ പെട്ടെന്ന് വെള്ളം അങ്ങനെ വലിച്ചെടുക്കില്ല കേട്ടോ. ഇത്തിരി ടൈം എടുക്കും. ഇപ്പം തന്നെ കുറുക്കി വന്നിട്ടുണ്ട്, പക്ഷെ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ.
ഇതിങ്ങനെ തിന്നാനും നല്ലതായിരിക്കും. വെള്ളത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കും ആണെങ്കിലും ഇത് തിന്നാൻ നല്ലതായിരിക്കും കേട്ടോ. ചിലർക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ, കുഴപ്പമില്ല. ചിലർക്ക് ആ ഉപ്പുമാവിൻ്റെ അതേ രീതി തന്നെ വേണമെന്നുണ്ട്. അപ്പോൾ അത് നല്ല ഇതായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു ശകലം കൂടെ ഒന്ന് വെള്ളം വറ്റിയിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കുന്ന വറ്റിക്കിട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസിയാണ്. നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നത് പോലെ തോന്നും, പക്ഷേ വളരെ ഈസിയാണ് കേട്ടോ. നേരത്തെ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപ്പുമാവ് ഏകദേശം ഇത്രയും എന്താ മതി കേട്ടോ. ഒരുപാട് നേരം എടുക്കേണ്ട കാര്യമില്ല, ഒരു 2 മിനിറ്റ് അത്രയൊക്കെ ആവുള്ളൂ. നമ്മുടെ സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഉപ്പുമാവ് പോലെ ഇത് തന്നെ അങ്ങനെ കിടക്കില്ല, ഒരു സ്റ്റിക്കി പോലെയാണ് എടുക്കുന്നത്. എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെയായിട്ടുണ്ടെന്ന്. ഓക്കെ, വെള്ളം വറ്റി നല്ലൊരു ഇതായിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ചൂട് കഴിഞ്ഞാൽ പിന്നെ അടിക്ക് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈസി ബ്രേക്ക്ഫാസ്റ്റായ ഓട്സ് ഉപ്പുമാവ് റെഡി ആയിരിക്കണം കേട്ടോ. നല്ല ഇരുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനാണ്. വെജിറ്റബിളൊക്കെ ഒരുപാട് തന്നെ വെന്തിട്ടുമില്ല, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു ദിവസമൊക്കെ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ്. ടാറ്റാ.